അതുപോലെ നമ്മളിപ്പോൾ പില്ലിയൻ റൈഡ് ഉണ്ടാകുമ്പോൾ നമ്മളൊരു ബ്രേക്ക് പിടിച്ചാൽ മൂപ്പര് വന്നിട്ട് നമ്മളെ ചുമലിരിക്കും. കോർണറിങ് ഒരു ചെറിയ കോർണറിങ്. പക്ഷേ വിശ്വാസം പോയില്ല കേട്ടാ. വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് കോർണറിങ് ചെയ്ത പോലെ എനിക്ക് തോന്നി. ഞാൻ അത്ര കോർണറിങ് ചെയ്യാൻ ഉദ്ദേശിച്ചതല്ലായിരുന്നു. ഞാൻ ഈ സംസാരത്തിൻ്റെ ഇടയിലാണ്ട് ശ്രദ്ധിച്ചില്ല. പക്ഷേ വണ്ടി ഇതാ അയ്യ കൊള്ളാം. നമുക്കിവിടെ വലിയ കോർണറിങ് ചെയ്യാനുള്ള സെറ്റപ്പ് ഇല്ല. എന്നാലും ഉള്ള പരിമിതികളിലുള്ളിൽ നമ്മൾ കോർണറിങ് ചെയ്തിട്ടുണ്ട്. ബെറ്ററാണ്, കുഴപ്പമൊന്നുമില്ല. കോൺഫിഡൻസ് നമുക്ക് കളയുന്നു. ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് R15 V3യുടെ BS6 മോഡലാണ്. നമ്മളെല്ലാം ആഗ്രഹം എന്ന് വെച്ചാൽ വലിയ സ്പോർട്ടി ബൈക്ക് എടുക്കുന്നതാണ്. പക്ഷേ നമുക്കൊന്നും അതിനുള്ള ബഡ്ജറ്റ് ഇല്ല. അതുകൊണ്ട് യമഹ എന്ത് ചെയ്തു, 150cc നമുക്ക് പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ ബൈക്ക് ഉൾക്കൊള്ളിച്ചു തന്നു. അപ്പോൾ അതിന് യമഹേനോട് താങ്ക്സ്. അതുകൊണ്ട് നമ്മൾ ആഗ്രഹമെല്ലാം സഫലമായി വരുന്നു. അപ്പോൾ ഇനി നമുക്ക് വണ്ടീൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം. ഇതാണ് വണ്ടീൻ്റെ ലുക്ക്, മാരക ലുക്ക്, ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് ബ്ലാക്ക് ആയതുകൊണ്ട് ഒന്നും പറയാനില്ല, മാരക ലുക്ക് തന്നെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വണ്ടീൻ്റെ ഫ്രണ്ടിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു വൈസർ വരുന്നുണ്ട്. വൈസർ നല്ല പേർപ്പസ്ഫുള്ളാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ മിറേഴ്സ് വരുന്നുണ്ട്, നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. പിന്നെ ഹെഡ്ലൈറ്റാണ് വരുന്നത്. പിന്നെ ഒരു ഫേക്ക് എയർ ഇൻടേക്കാണ് വരുന്നത്. അതിനെപ്പറ്റി പ്രത്യേകിച്ച് യൂസൊന്നുമില്ല. പിന്നെ വണ്ടീൻ്റെ സസ്പെൻഷൻ വരുന്നത് 41mm ടെലിസ്കോപ്പിക് സസ്പെൻഷൻ വണ്ടിക്ക് വരുന്നത്. ഫ്രണ്ട് ബ്രേക്ക് വരുന്നുണ്ട്, ഡിസ്ക് വരുന്നുണ്ട്. വണ്ടിക്ക് ഡുവൽ ചാനൽ ABS. പിന്നെ വണ്ടീൻ്റെ വേറെ ടയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വണ്ടിയിൽ ഇപ്പോൾ റേഡിയൽ ടയേഴ്സാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോർണറിങ്ങെല്ലാം ചെയ്യുമ്പോൾ നല്ല ഒരു കോൺഫിഡൻസ് വണ്ടീൻ്റെ ഭാഗത്തുനിന്ന് തരുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോഴും ആ പഴയ ഹൈലോജൻ LED ടൈപ്പ് തന്നെയാണ് വണ്ടിക്ക് ഇപ്പോഴും വരുന്നത്. ബ്രേക്ക് ലൈറ്റ് മാത്രം LED ടൈപ്പ് വരുന്നുണ്ട്. ബ്രേക്ക് പിടിക്കുമ്പോൾ അങ്ങനെ നമുക്ക് വണ്ടീൻ്റെ ഇത് വരുന്നത്, എല്ലാ ലൈറ്റും കത്തുന്നുണ്ട്. പിന്നെ ബാക്കിൽ വരുന്നൊരു ടയർ ഹാഗറാണ്. ടയർ ഹാഗറിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് അതൊരു പേർപ്പസ്ഫുൾ അല്ല, നമുക്ക് ചെളിയെല്ലാം ബാക്കിലേക്ക് തെറിക്കുന്നുണ്ട്. പിന്നെ ടെയിൽ ടയറിൽ നല്ല വൃത്തിക്കുണ്ട്, കുഴപ്പമൊന്നുമില്ല. സൗണ്ട് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്, കുറച്ച് ബാസ് കൂടി സൗണ്ടാണ് വരുന്നത് BS6-ന്. വേറെ ചേഞ്ചൊന്നും എക്സോഷനസ് ആയിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബാക്കിലും നല്ല റേഡിയൽ ടയർ, നല്ല സൈസുള്ള ടയേഴ്സാണ് വരുന്നത്. അതുകൊണ്ട് കോർണറിങ് എല്ലാം ആണെങ്കിലും ഒന്നും പേടിക്കാനൊന്നുമില്ല. ബാക്കിൽ നിന്ന് ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത്. നിസിൻ്റെ ബാക്ക് ബ്രേക്കാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ വണ്ടിക്ക് ബ്രേക്കിംഗ് എല്ലാം പക്ക കോൺഫിഡൻസ് തന്നെ വണ്ടി തരുന്നുണ്ട്. പിന്നെ എൻജിൻ ഭാഗത്തുനിന്ന് ഹീറ്റും കാര്യങ്ങളൊന്നും വണ്ടിക്ക് വരുന്നില്ല ഒട്ടും. പിന്നെ ഇവിടെ VV എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ വണ്ടി ഒരു ടോപ്പ് എൻഡ്, അതായത് ടോപ്പ് എൻഡിലേക്ക് വേണ്ടിയിട്ടാണ് വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു നിശ്ചിത സ്പീഡ് കഴിയുമ്പോൾ ഒരു വാൽവ് എക്സ്ട്രാ ഓപ്പൺ ആവുകയും അതുവഴി വണ്ടീൻ്റെ പവർ കൂടും, ആക്സലറേഷൻ കൂടും. അപ്പോൾ അതിന് വേണ്ടി ഹെൽപ്ഫുൾ ചെയ്യുന്നൊരു ഫീച്ചറാണ് VV എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു സിൽവർ ടൈപ്പ് സ്റ്റിക്കറെല്ലാം വരുന്നുണ്ട്, അതുകൊണ്ട് നല്ല രസമുണ്ട്. ഇവിടെ ഒരു യമഹ എന്നിട്ടുള്ള സ്റ്റിക്കറും കൂടി വരുന്നുണ്ട്. ഈ വണ്ടീൻ്റെ ഈ സൈഡിനെ പറ്റി പറയാനാണെങ്കിൽ ഇവിടെ ഒരു സാരി ഗാർഡ് വരുന്നുണ്ട്. സാരി ഗാർഡ് പർപ്പസ്ഫുള്ളായിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ സസ്പെൻഷൻ വരുന്നുണ്ട്, മോണോഷോക്ക് സസ്പെൻഷൻ വരുന്നത്, വൈറ്റ് കളറാണ് വരുന്നത്. സെൻട്രൽ സ്റ്റാൻഡ് വണ്ടിയിൽ വരുന്നില്ല, അതാണ് വണ്ടീൻ്റെ ഒരു മേജർ പ്രോബ്ലം ആയിട്ട് നമുക്ക് തോന്നുന്നത്. സെൻട്രൽ സ്റ്റാൻഡ് ഇല്ല, അത് നമുക്ക് ശരിക്കും വണ്ടി കഴുകുന്ന സമയത്ത്, ചെയിലോ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ബുദ്ധിമുട്ട് തിരിയാനുള്ളത്. ഇതിൻ്റെ എഞ്ചിനെ പറ്റി പറയാനാണെങ്കിൽ 155.5cc ലിക്വിഡ് കൂൾഡ് 4 വാൽവ് SOS ഫ്യൂവൽ ഇഞ്ചക്ഷൻ ടൈപ്പ് എഞ്ചിനാണ് വണ്ടിയിൽ വരുന്നത്. അപ്പം BS6ലേക്ക് മാറിയപ്പോൾ കുറച്ചൊരു പവർ കൺവേർഷനെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പോലും വണ്ടി ഓടിക്കുമ്പോൾ നമുക്കത് ഒട്ടും ഫീൽ ചെയ്യുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഞാൻ എന്തായാലും അത് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയാം. പിന്നെ വണ്ടീൻ്റെ ഒരു പോരായ്മ എന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ കാണുന്നില്ല, ചെറിയ ചെറിയ ഗ്യാപ്പ് കാണുന്നുണ്ട്. അതൊക്കെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ പ്രശ്നങ്ങളായിട്ട് പറഞ്ഞേക്കാം. അത് അത്രയ്ക്ക് ഇവിടെ കാണുന്നില്ല, ചെറിയ ഗ്യാപ്പെല്ലാം കാണുന്നുണ്ട്. അതെല്ലാം ഒരു പ്രശ്നമായിട്ട് വണ്ടീൻ്റെ പറയാനുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇനി എന്തായാലും നമുക്ക് വണ്ടീൻ്റെ ഉള്ളിൽ മുകളിൽ കയറി നിന്നിട്ടുള്ള കാര്യങ്ങളും കൂടി നോക്കാം. അപ്പോൾ വണ്ടിയിൽ കയറി നിൽക്കുമ്പം തന്നെ ആദ്യം തോന്നുന്നത് സീറ്റ് ഹൈറ്റിനെ പറ്റിയിട്ടുള്ളൊരു ആദ്യം ഫീൽ ചെയ്യുന്നത് നമുക്ക് സീറ്റ് ഹൈറ്റിനെ പറ്റിയാണ്. കാരണം വണ്ടിക്ക് അത്യാവശ്യം നല്ല സീറ്റ് ഹൈറ്റ് ഉണ്ട്. എൻ്റെ കാല് ഇപ്പോൾ ഫുള്ള് തട്ടുന്നുണ്ട്, ഫുള്ള് നിലത്ത് തട്ടുന്നുണ്ട്. പക്ഷെ കുറച്ചൊന്ന് കയറിയിരിക്കുമ്പോൾ തട്ടാനൊരു ബുദ്ധിമുട്ടാണ്. കണ്ടോ, പക്ക കയറിയിരിക്കുമ്പോൾ തട്ടാനൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ വശം കുത്തുമ്പോൾ ഈ വശം മൊത്തമായിട്ട് പൊന്തുന്നു, ഈ വശം കുത്തുമ്പോൾ ഈ വശം മൊത്തമായിട്ട് പൊന്തുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല സീറ്റ് ഹൈറ്റുള്ള വണ്ടിയാണ്. പിന്നെ വണ്ടീൻ്റെ വെയിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയ വെയിറ്റായിട്ട് ഫീൽ ചെയ്യുന്നില്ല. വണ്ടി റിവേഴ്സൊക്കെ എടുക്കുമ്പോൾ കുറച്ച് വെയിറ്റ് തോന്നിക്കുന്നുള്ളൂ, അല്ലാണ്ട് റൈഡിങ് സമയത്ത് ഇങ്ങനെ വെക്കുന്ന സമയത്തൊന്നും വലിയ വെയിറ്റ് തോന്നുന്നില്ല വണ്ടിയിൽ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വണ്ടീൻ്റെ. പിന്നെ മെയിൻ പ്രോബ്ലമായിട്ട് എല്ലാവരും പറഞ്ഞത് റൈഡിങ് പെയിൻ അല്ലേ, വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര വേദനയാണെന്ന് പറയും. അപ്പോൾ വണ്ടിയിൽ മൊത്തത്തിൽ നമുക്ക് 3 ടൈപ്പിൽ ഇരിക്കാം. ഒന്ന് നമ്മൾ ഇറങ്ങിയിരുന്നാലും സാധാ ബൈക്ക് ഓടിക്കുന്ന പോലെ ആവില്ല, പക്ഷെ കുറച്ചുകൂടി കംഫർട്ടായിട്ട് ഇരിക്കുക. എന്നിരുന്നാലും വണ്ടിക്ക് എപ്പോഴും സ്പോർട്ടി സ്റ്റാൻഡ്സ് ഉണ്ടാവും, അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ എങ്ങനെ ഇരുന്നാലും ഇപ്പം ഞാൻ കുറച്ച് ഇറങ്ങിയിട്ടാണ് ഇരുന്നിട്ടില്ല, അപ്പോഴും എനിക്ക് നല്ല
നല്ല സ്പോർട്ടി ഫിനിഷ് തന്നെ ഉണ്ട്. പക്ഷെ കുറച്ച് കൂളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് കയറിയിരിക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പോർട്ടിയായി, കയ്യിലും നല്ല കുറച്ച് നല്ല സ്പോർട്ടിയായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അടുത്ത സിറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ടെക്കിൻ ചെയ്തിട്ടിരിക്കുക. നമ്മളെ ചെസ്റ്റ് മൊത്തമായിട്ട് ടാങ്കിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ടെക്കിൻ ചെയ്തിരിക്കുക. ഇത് പക്ഷേ ഭയങ്കര പേർപ്പസ് ഉള്ളൂ. ഞാനിങ്ങനെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിൻഡിൽ നിന്ന് നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പിൽ വണ്ടിയിൽ ഇരിക്കാൻ പറ്റും. എന്നിരുന്നാലും നമ്മളെപ്പോഴും ഒരു സ്പോർട്സ് ബൈക്ക് സാധാ ബൈക്ക് ഓടിക്കുന്ന പോലെയല്ല, അത് കുറച്ചുകൂടെ നമ്മൾ കൂടുതലായിട്ട് വണ്ടി ഓടിച്ച് പരിചയപ്പെടാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി നമ്മൾ എപ്പോഴും ഓടിക്കുമ്പോഴായാലും ഒരിക്കലും ഫുൾ വെയിറ്റ്, നമ്മളെ ബോഡി വെയിറ്റ് ഒരിക്കലും കയ്യിൽ കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുക്കുന്ന സമയത്താണ് എല്ലാവരും പറയുന്നത് എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ ബോഡി പെയിൻ വരുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് കറക്റ്റ് പൊസിഷനിൽ സ്പോർട്ടി ബൈക്ക് ഓടിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും വണ്ടിയിലിരിക്കുമ്പോൾ സ്ട്രെല്ലെല്ലാം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ, വണ്ടി എപ്പോഴും ഓടിക്കുമ്പോഴും നമ്മൾ ഫുൾ വെയിറ്റ് ബോഡിയിലേക്ക് കൊടുക്കണം. മനസ്സിലായി, കയ്യിൽ അധികം വെയിറ്റ് കൊടുക്കരുത്. അപ്പോൾ നമുക്കിത് കൂളായിട്ടിരിക്കുക, മനസ്സിലായി, കൂളായിട്ടിരിക്കുക. ഫുൾ വെയിറ്റ് ഇവിടെ സീറ്റിലേക്ക് അങ്ങ് കൊടുത്തേക്കുക. അപ്പോൾ നമുക്കൊരു ബോഡി പെയിനും വരില്ല. നമുക്ക് വണ്ടിയിൽ ഇൻസ്റ്റന്റ് കസ്റ്റമറിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് സ്വിച്ചസിനെ പറ്റി പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ വരുന്നത് ബ്രൈറ്റ് വരുന്നുണ്ട്, ഡിം വരുന്നുണ്ട്, പിന്നെ അതിനോട് താഴെ തന്നെയാണ് പാസ് വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്റർ, ഹോൺ വരുന്നുണ്ട്, പിന്നെ എൻജിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട്, സെൽഫ് സ്റ്റാർട്ട് വരുന്നുണ്ട്. വണ്ടിക്ക് കിക്കർ സ്റ്റാർട്ട് ഇല്ല എന്നത് മറ്റൊരു പ്രശ്നം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കടക്കാനാണെങ്കിൽ വണ്ടി ഓണാക്കുമ്പോൾ തന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് ഒരു എൻജിന് സൗണ്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ എല്ലാ വണ്ടിയിലും ഉണ്ടാകുന്നതാണ്. പിന്നെ ഇവിടെ ഒരു ന്യൂട്രലിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്, എൻജിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്, ഇവിടെ ടെമ്പറേച്ചറിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്, ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അതായത് റൈറ്റിനും ലെഫ്റ്റിനും കൂടി ഒരൊറ്റ ഇൻഡിക്കേഷനാണ് വരുന്നത്. പിന്നെ വരുന്നത് ഹൈ ബീമും പിന്നെ ABSൻ്റെയും. അങ്ങനെ ഇത്രയും വാണിംഗ് ലൈറ്റ് നമുക്ക് വണ്ടിയിൽ വരുന്നത്. പിന്നെ വരുന്നത് എൻജിനെ പറ്റി അല്ല, ഡിജിറ്റൽ കൺസോളിനെ പറ്റി പറയുകയാണെങ്കിൽ ഗിയർ പോസ്റ്റിന് ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. 6 ഗിയേഴ്സ് ഉണ്ട് വണ്ടിക്ക്. പിന്നെ ഇവിടെ ഒരു ടാക്കോമീറ്റർ വരുന്നുണ്ട്, പിന്നെ സ്പീഡ് വരുന്നുണ്ട്, ഫ്യൂവൽ ഗേജ് വരുന്നുണ്ട്. ഫ്യൂവൽ എന്ന് പറയുന്നത് 11 ലിറ്ററാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ നമ്മൾ സെലക്ട് ഞെക്കുകയാണെങ്കിൽ ആവറേജ് കിലോമീറ്റർ പെർ ലിറ്റർ 36.9. ശരിക്കും നമ്മൾ വണ്ടി ടെസ്റ്റ് നമ്മളിപ്പോൾ 200 കിലോമീറ്റർ റൈഡ് ചെയ്ത് അപ്പോൾ വണ്ടിയിൽ 48 എബോവ് കിട്ടുന്നുണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ബിഫോർ ഫസ്റ്റ് സർവീസ്. പക്ഷേ ഇവിടെ കാണിക്കുന്നത് 36.9 എന്നാണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് അതിലും കൂടുതൽ കിട്ടി. പിന്നെ വരുന്നത് ഓഡോ വരുന്നുണ്ട്, ട്രിപ്പ് 1, ട്രിപ്പ് 2, ടൈം വരുന്നുണ്ട്, പിന്നെ കിലോമീറ്റർ പെർ ലിറ്റർ, അതായത് 1 ലിറ്ററിൽ വണ്ടി എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി കിലോമീറ്റർ പെർ ലിറ്റർ എന്ന് പറഞ്ഞ ഒരു ഫീച്ചറെ കൂടി R15 ആഡ് ചെയ്തത്. പിന്നെ ഇവിടെ ഒരു ഗിയർ ഷിഫ്റ്റർ ഇൻഡിക്കേഷൻ കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. വണ്ടീൻ്റെ ഏറ്റവും മികച്ചൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് വണ്ടീൻ്റെ ക്ലച്ചാണ്. ക്ലച്ച് ഭയങ്കര ലൈറ്റാണ്. നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് അമർത്ത്, അധികം ലെങ്ത് ഇല്ല, അതിങ്ങനെ എത്തിപ്പിടിച്ച് ഗിയർ മാറ്റേണ്ട ആവശ്യമില്ല, വളരെ ലൈറ്റാണ്. കണ്ട ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് മാറ്റാം, ഒറ്റ വിരലുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് മാറ്റാം. അതാണ് ഈ വണ്ടീൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത്. ഭയങ്കര ഗുണമാണ്. പിന്നെ മിറേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ മിറേഴ്സ് അത്യാവശ്യം നല്ല വിസിബിളാണ്. അപ്പോൾ അത്യാവശ്യം ചെസ്റ്റ് വിഡ്ത്തിലുള്ള ഒരാളാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും, അല്ലാത്ത രീതിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വിസിബിളായ മിറേഴ്സാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ ഇവിടെ ടാങ്കിലെല്ലാം നമുക്ക് കാണാം, ഇവിടെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷും പിന്നെ നടുക്കൊരു മെറ്റാലിക് പെയിൻറ്റിങ്ങെല്ലാം വണ്ടിക്ക് വരുന്നത്. അപ്പോൾ വണ്ടീൻ്റെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു വൈഡായിട്ട്, അത്യാവശ്യം നല്ല വൈഡായിട്ട് നമുക്ക് വണ്ടി കയറിയിരിക്കുമ്പോൾ തോന്നുന്നുണ്ട്. വണ്ടിയിൽ ബാക്കിലിരിക്കുന്ന ആൾക്ക് കുറച്ച് പിടിക്കാനൊന്നും അത്ര വലിയ ഫെസിലിറ്റി ഒന്നും ഇല്ല, അതൊരു ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇങ്ങനെ ഒരു സാധനമേ ഉള്ളൂ, ഇവിടെ ഇങ്ങനെ പിടിച്ചിരിക്കണത് കുറച്ച് ബുദ്ധിമുട്ടല്ല. ലോങ് റൈഡിനൊന്നും ഒരു ശരിക്കും ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ റൈഡിന് മാത്രം പറ്റിയ വണ്ടിയാണ്. പില്യൺ റൈഡും കൂടി വന്നാൽ ആ യാത്ര ദുസ്സഹവും ദുർഗുണനവും ആവുന്നെല്ലാം പറഞ്ഞാൽ തന്നെയാണ് ഒരു ബുദ്ധിമുട്ടായ യാത്രയാണ് വരുന്നത്. അതുകൊണ്ടൊരു പെയിന് ബോഡിയിലേക്ക് വന്നേക്കാൻ വേണ്ടിക്ക് വലിയ സീറ്റിന് വിടുത്തൊന്നും ഇല്ല, അതൊരു പ്രശ്നമാണ്. പക്ഷേ റൈഡറിനെ സംബന്ധിച്ച് പക്ക ഇതാ, നല്ല സ്മൂത്ത് സീറ്റാണ് വണ്ടിക്ക് വരുന്നത്, കയറിയിരിക്കാം ഇറങ്ങിയിരിക്കാം. പിന്നെ ഇവിടെ കാലൊക്കെ ശരിക്കും ടെക്കിനാവും, അതുകൊണ്ട് റൈഡറിനെ സംബന്ധിച്ച് ഒരു പ്രോബ്ലം വണ്ടിയിൽ വരുന്നില്ല. പക്ഷേ എങ്കിൽ ഇതാണ്, ബാക്കിലൊരാൾ ഇരുന്നാൽ നമ്മളൊരു റൈഡർ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് പുറകിലുള്ള ആൾ നമ്മളെ പുറത്താണ് ഉണ്ടാവുക. അതാണ് ഈ വണ്ടിയിൽ മറ്റൊരു പ്രോബ്ലമായിട്ട് പറയാനുള്ളത്. അതൊരു ശ്രദ്ധിച്ച്, അത് ശരിക്കും പറഞ്ഞാൽ സോളോ റൈഡിന് വേണ്ടിയിട്ടുള്ളതെന്ന്. നമുക്കിനി സീറ്റ് തുറന്ന് നോക്കാം. ജസ്റ്റ് പുറകിലത്തെ സീറ്റ് അയക്കാൻ പറ്റില്ല, ഫ്രണ്ടിലത്തെ സീറ്റ് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് അങ്ങനെ എടുത്താൽ മതി. ഇതാണ് വണ്ടീൻ്റെ സീറ്റ് വരുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും വെക്കാൻ പറ്റില്ല, അറിയില്ല. വണ്ടിക്ക് ടൂൾ ബോക്സ് എന്ന് പറഞ്ഞാൽ ആകെ ഈ ഒരു സാധനം മാത്രമേ കാണുന്നുള്ളൂ. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന സാധനമൊന്നും കാണുന്നില്ല. ഇനി സർവീസ് അല്ല ഷോറൂമുകാർ വെക്കാൻ മറന്നുപോയതാണോ എന്നൊന്നും അറിയില്ല. BS6 വണ്ടിയിലേക്ക് വന്ന ചേഞ്ചസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ സ്റ്റാൻഡ് ഇട്ടിട്ടുള്ള വണ്ടിയിൽ സ്റ്റാൻഡ് ഇട്ടിട്ടാണെങ്കിൽ ന്യൂട്രലാണെങ്കിലും വണ്ടി സ്റ്റാർട്ടാവും. പക്ഷേ ഇതിപ്പോൾ വണ്ടി ഗിയറിലാണെങ്കിൽ, ഒരു മിനിറ്റ്,
ഇപ്പോൾ ഗിയറിലിട്ടില്ല, നിങ്ങൾക്ക് അവിടെ 1 എന്ന് കാണാൻ പറ്റും. ഞാനിവിടെ സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കുവാണെങ്കിൽ സ്റ്റാർട്ടാവില്ല. കണ്ട, ഞാൻ സെൽഫ് അടിക്കുന്നുണ്ട്, സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ ഇതാണ് വണ്ടി BS6 വന്നപ്പോൾ ഒരു ചേഞ്ച്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ റേഡിയൽ ടയറാണ്. അതിപ്പോൾ BS6 വന്ന മറ്റൊരു മാറ്റമാണ്. പിന്നെ വണ്ടീൻ്റെ ഹോണ് മാറി, ഡബിൾ ഹോണാണ് വണ്ടിക്ക് വരുന്നത്. അത് കുറച്ചുകൂടെ നല്ലൊരു എന്താ പറയുക, പ്രീമിയം ക്വാളിറ്റി നമുക്ക് വണ്ടിക്ക് തോന്നിക്കുന്നുണ്ട്. കണ്ട, നല്ലൊരു ക്വാളിറ്റി നമുക്ക് തോന്നിക്കുന്നുണ്ട് ഡുവൽ ഹോൺ വരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്രയൊക്കെ മാറ്റങ്ങളാണ് വണ്ടിയിൽ വരുന്നത് BS6. ഹെഡ്ലൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ താക്കോൽ ഓണാക്കിയപ്പോൾ തന്നെ നമുക്ക് ഈ 2 സൈഡിലത്തെ ലൈറ്റ് മാത്രമേ ഓണാവുള്ളൂ. വണ്ടി സ്റ്റാർട്ടാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് വണ്ടീൻ്റെ ഹെഡ്ലൈറ്റ് ഓണാവുള്ളൂ. വണ്ടീൻ്റെ ഹെഡ്ലൈറ്റ് ഓണായി ഓട്ടോമാറ്റിക്കായിട്ട്. വണ്ടി സ്റ്റാർട്ടായാൽ മാത്രമേ ഓണാവുള്ളൂ. ഇപ്പോൾ വണ്ടീൻ്റെ ബ്രൈറ്റിലാണ് വരുന്നത്. ഇപ്പോൾ അത് ഡിമ്മായി, ഇപ്പോൾ അത് പാസ്സായി. ഇതാണ് വണ്ടീൻ്റെ പാസ് സ്വിച്ച് വരിക. ഓക്കെ, ലൈറ്റിനെ പറ്റി അത്യാവശ്യം ലൈറ്റ് വിസിബിൾ ആണ്. അതായത് ഇപ്പോൾ ഇപ്പോൾ യമഹേൻ്റെ MT ബൈക്കുകളുടെ അത്ര പോലും പവർ ഇല്ല ലൈറ്റിന്. അതാണ് മറ്റൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. പക്ഷേ മോശമില്ല. അതായത് ഇപ്പോൾ ലൈറ്റ് ഫോക്കസ്ഡ് ആകുന്നുണ്ട്, പക്ഷേ കുറച്ച് വൈഡായിട്ടൊന്നും വണ്ടി ലൈറ്റ് വരുന്നില്ല. MTയേക്കാൾ അബദ്ധമാണ് ശരിക്കും ലൈറ്റ്. വണ്ടി പാഴ് കയറുന്നുണ്ട്. യെസ്, ഇറ്റ്സ് എ സ്മോൾ കോർണർ. ഓ മൈ ഗോഡ്. അതന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പില്ലിയൻ റൈഡ് ഉണ്ടാകുമ്പോൾ നമ്മളൊരു ബ്രേക്ക് പിടിച്ചാൽ മൂപ്പര് വന്നിട്ട് നമ്മളെ ചുമലിരിക്കും. കോർണറിങ് ഒരു ചെറിയ കോർണറിങ്. പക്ഷേ വിശ്വാസം പോയില്ല കേട്ടാ. വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് കോർണറിങ് ചെയ്ത പോലെ എനിക്ക് തോന്നി. ഞാൻ അത്ര കോർണറിങ് ചെയ്യാൻ ഉദ്ദേശിച്ചതല്ലായിരുന്നു. ഞാൻ ഈ സംസാരത്തിൻ്റെ ഇടയിലാണ്ട് ശ്രദ്ധിച്ചില്ല. പക്ഷേ വണ്ടി ഇതാ അയ്യ കൊള്ളാം. നമുക്കിവിടെ വലിയ കോർണറിങ് ചെയ്യാനുള്ള സെറ്റപ്പ് ഇല്ല. എന്നാലും ഉള്ള പരിമിതികളിലുള്ളിൽ നമ്മൾ കോർണറിങ് ചെയ്തിട്ടുണ്ട്. ബെറ്ററാണ്, കുഴപ്പമൊന്നുമില്ല. കോൺഫിഡൻസ് നമുക്ക് കളയുന്നില്ല. അയ്യോ വണ്ടി പോയേ എന്നുള്ള കോൺഫിഡൻസും പേടിയൊന്നും വണ്ടി തരുന്നില്ല. പിന്നെ 6ാമത്തെ ഗിയറിൽ തന്നെ അധികം നമുക്ക് ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരുന്നില്ല. 6ാമത്തെ ഗിയറിൽ തന്നെ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുന്നുണ്ട്. കോർണറിങ് ചെയ്യാൻ വേണ്ടി സെറ്റപ്പാണ്. ഞാൻ പറഞ്ഞ പോലെ ആ ബ്രേക്ക് ഓടിക്കുമ്പോൾ പുറകിലിരിക്കുന്ന ആൾ നമ്മൾ ചുമലിൽ വന്നിരിക്കുന്നുള്ളൊരു പ്രശ്നമേ വണ്ടിയിൽ കാണുന്നുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ബോഡി പെയിനൊന്നും എനിക്ക് ഈ വണ്ടിയിൽ വരുന്നില്ല. കാരണം ഞാൻ സ്പോർട്സ് ബൈക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ജിക്സറും ഈ R15 ഓടിച്ച് കുറച്ച് ശീലമുള്ളതുകൊണ്ട് എനിക്കതൊരു വലിയ ബോഡി പെയിനൊന്നും വന്നിട്ടില്ല. ഇത്രയും നേരം ഞാൻ കുറച്ച് ദിവസങ്ങളിൽ ഓടിക്കുന്നുണ്ട്. കുഴപ്പമൊന്നും കാണുന്നില്ല. ഇവിടെ കോർണർ ചെയ്ത ഓപ്പോസിറ്റ് വണ്ടി ഒന്ന് മൂഞ്ചിപ്പോവും. യെസ്, മോശമില്ല. വണ്ടി നല്ല കംഫർട്ട് വണ്ടിയാട്ടാ. ഞാൻ പറഞ്ഞില്ല, പുറകിലിരിക്കുന്ന പ്രശ്നം മാത്രമേ ഞാൻ ഈ വണ്ടിയിൽ കാണുന്നുള്ളൂ. ലവേഴ്സിനെ കൊട്ടി പോകാനാണെങ്കിൽ സെറ്റപ്പാണ്. കെട്ടിപ്പിടിച്ച് പോയാൽ ഒന്നും തിരിയില്ല, ഒന്നും നോക്കേണ്ടത്. കാരണം വണ്ടി മനസ്സും ശരീരവും ഒന്നിച്ചെന്ന് പറഞ്ഞ പോലെ കെട്ടിപ്പിടിച്ചെല്ലാണല്ലോ പോവുക ലവേഴ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം വണ്ടിയിൽ വരുന്നില്ല. കെട്ടിപ്പിടിച്ച് ഇവനിപ്പോൾ എൻ്റെ പുറകിലിരിക്കുന്നുണ്ട്. കാരണം എൻ്റെ കയ്യിൽ GoPro ഒന്നും ഇല്ലയെന്നറിയാം. അപ്പോൾ ഇവനെന്നെ കെട്ടിപ്പിടിച്ചിട്ട് ക്യാമറ നടുക്ക് വെച്ചിട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നു. എങ്ങനെ വിഷ്വൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതേപോലെ തന്നെ ബാക്കിൽ ലവേഴ്സിനും വെച്ച് കയറിപ്പോയാലേ ഒന്നും തിരിയില്ല, ചുറ്റുള്ളിലൊന്നും കാണില്ല എന്ന് വിൻപൊളി പറയുന്നില്ല. സെറ്റപ്പായിട്ടുണ്ടാവും. ഇപ്പോൾ 3rd ഗിയറിൽ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടി നല്ലൊരു ടോർക്കുള്ളതുകൊണ്ട് തന്നെ അധികം ഡൗൺ ഷിഫ്റ്റ് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ അതൊരു നല്ല ഫീച്ചറായിട്ട് തോന്നി. 3rd ഗിയറിൽ നമ്മളൊരു കയറ്റം കയറി. അത്യാവശ്യം നല്ലൊരു കയറ്റം തന്നെയായിരുന്നു അത്. പിന്നെ സ്ലിപ്പൊക്കെ ചെല്ലുകൊണ്ട് ഗിയർ ലോക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. കണ്ട ഗിയർ ലോക്കിംഗ് ഒന്നും വണ്ടിയിൽ വരുന്നില്ല. അതാണ് സ്ലിപ്പൊക്കെ വെച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഹൈവേ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് കയറി നോക്കാം. ചെറുതായിട്ടൊന്ന് പായിപ്പിക്കാം. കാരണം വെച്ചാൽ പുതിയ വണ്ടിയാണ്. അപ്പോൾ പവറിൻ്റെ കുറവൊന്നും വണ്ടിയിൽ തോന്നിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ഓ മൈ ഗോഡ്, ആന വണ്ടി. ബ്രേക്കും അല്ല സെറ്റപ്പാ. ഒരു കോർണർ ചെയ്യാമെന്ന് വിചാരിച്ചത്, എന്നാൽ ചേട്ടനുള്ളതുകൊണ്ട് പറ്റിയില്ല. എന്നാൽ ഇത് അത്യാവശ്യം നല്ലതാണ്, ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം റേഡിയൽ ടയേഴ്സാണ് വണ്ടിയിൽ വണ്ടി പാഞ്ഞ് കയറുന്നുണ്ട്. വലിയ ലാഗൊന്നും ഇല്ല, എന്നാലും ഒരു പൊടിക്ക് ലാഗ് ഉണ്ടെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. 5ാമത്തെ ഗിയറിൽ നിന്ന് 6ാമത്തെ ഗിയറിലേക്ക് വരുമ്പോൾ വണ്ടി സെറ്റപ്പാണ്, കയറി പോകുന്നുണ്ട്. ഫോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
വണ്ടി നല്ല സ്മൂത്തായിട്ട് കയറി പോകുന്നുണ്ട്. ആ ഫീലിംഗ് അന്തസത്വം എന്ന് പറയുന്ന പോലെ തന്നെ എക്സോസ്റ്റിൻ്റെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല, പക്ഷെ കൊള്ളാം. വണ്ടി നല്ലോണം പാഞ്ഞ് കയറുന്നുണ്ട്. ആ സ്പോട്ടി ഫീൽ ശരിക്കും ഇപ്പോഴാണ് തിരിയാനുള്ളത് വണ്ടി പാഞ്ഞ് കയറുമ്പോൾ. ഓ മൈ ഗോഡ്, നോ പ്രോബ്ലം, ഇറ്റ്സ് വൈബ്രേറ്റ് ബ്രേക്ക്. യാ ബെറ്റർ ഫോർ കോണിങ്. സെറ്റപ്പാണ് വണ്ടി മാറുക. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് R15 B3 BS6 പറ്റി പറയാനുള്ളൂ. ഈ വണ്ടി ഇനി തേർഡ് സർവീസൊക്കെ കഴിയട്ടെ. ഈ വണ്ടി നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, അതായത് എനിക്ക് നെഗറ്റീവ്സ് ഭാവിയിലേക്ക് വരുവാണെങ്കിലും സർവീസിൻ്റെ ഡീലിങ്സിനെ പറ്റിയൊക്കെ നമുക്ക് തേർഡ് സർവീസ് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഈ വണ്ടി മേടിക്കാൻ പോകുന്നതായിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഒരു 150cc എന്ന് പറഞ്ഞിട്ട് അതിന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയൊക്കെ തന്നെയാണ്. അപ്പോൾ നല്ലോണം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഇപ്പോൾ ഷോറൂമിൽ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ആകെ കുറച്ച് ദൂരം തരുള്ളൂ. അത് പോരാണ്ട് കുറച്ചുകൂടെ കൂടുതൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഫ്രണ്ട്സിൻ്റെ വണ്ടിയിലുണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, എന്നിട്ട് മാത്രം വണ്ടി എടുക്കുക. ബോഡി പെയിൻ്റെ കാര്യങ്ങളൊരു പ്രശ്നം വരുന്നുണ്ട്. നിങ്ങൾ കറക്റ്റ് സിറ്റിംഗ് പൊസിഷനിൽ ഇരിക്കാൻ നോക്കുക. അതാണ് ഏറ്റവും മെയിൻ കാര്യം. കയ്യിലേക്ക് വെയിറ്റ് കൊടുക്കാതെ ഇരിക്കുക. അപ്പോൾ ഫസ്റ്റ്, അതായത് ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആദ്യമായിട്ടൊക്കെ വണ്ടി എടുക്കുകയാണെങ്കിൽ എന്തായാലും ബോഡി പെയിൻ ഉണ്ടാവും. അതൊന്ന് സ്യൂട്ടാവണം വണ്ടിയായിട്ട്. അപ്പം പിന്നെ ബോഡി പെയിനൊക്കെ അങ്ങ് മാറിക്കോളും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നീളം കുറഞ്ഞ ആൾക്കാർ ഈ വണ്ടി എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാരണം അത്യാവശ്യം നല്ല സീറ്റ് ഹൈറ്റ് വണ്ടിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ R15 പറ്റി പറയാനുള്ളൂ. വണ്ടിക്ക് അത്യാവശ്യം നല്ല മൈലേജ് എല്ലാം ഉണ്ട്. എന്തിരുന്നാലും മൈലേജിനെ പറ്റി നമ്മൾ ഇപ്പോൾ പറയുന്നില്ല. തേർഡ് സർവീസ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടീനെ പറ്റി പറയാം. അപ്പോൾ ശ്രദ്ധിക്കുക, വണ്ടി മേടിക്കുമ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും വണ്ടീൻ്റെ ഭാഗത്തുനിന്നില്ല. പക്ക വണ്ടിയാണ്. ഇനി അടുത്ത എഡീഷനിൽ വരും ബ്ലൂടൂത്ത് എല്ലാം വരുന്നു പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പോൾ തന്നെ എഫ്സിയിലൊക്കെ ബ്ലൂടൂത്ത് വന്നു കഴിഞ്ഞു. അടുത്ത എഡീഷനിൽ ബ്ലൂടൂത്ത് വരുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് ഈ വണ്ടിനെ പറ്റി പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എനിക്ക് പല പ്രശ്നങ്ങളുണ്ടാവും, ഞാൻ പഠിച്ച് വരുന്നേ ഉള്ളൂ. എന്നിരുന്നാലും ഞാൻ സെറ്റപ്പായി വരാം. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചെറുതായി ചാനൽ ഇമ്പ്രൂവ് ആകുന്നുണ്ട്. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ മതി. എപ്പോഴെങ്കിലും നമ്മളും വളരുമെന്ന പ്രതീക്ഷയിൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ അവസാനിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ.